بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. വചനം 23. ഹുവല്ലാഹുല്ലദി, അവൻ യാതൊരു അല്ലാഹുവാണ്. ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല. ഇല്ലാഹുവ, അവനല്ലാതെ. അൽ മലിക്കു, രാജാവാണ്, അധിപതിയാണ്. അൽ ഖുദ്ദൂസു, പരമപരിശുദ്ധൻ, വിശുദ്ധൻ. അസ്സലാമു, രക്ഷ, അന്യൂനൻ, രക്ഷപ്പെടുത്തുന്നവൻ. അൽ മുഅ്മിനു, അഭയം നൽകുന്നവൻ, നിർഭയത നൽകുന്നവൻ. അൽ മുഹൈമിനു, മേൽനോട്ടം ചെയ്യുന്നവൻ, മേലന്വേഷണം നടത്തുന്നവൻ. അൽ അസീസു, പ്രതാപശാലി, അജയ്യൻ. അൽ ജബ്ബാറു, പരമാധികാരി, സ്വേച്ഛാധികാരി, അടക്കി ഭരിക്കുന്നവൻ. അൽ മുതകബ്ബിർ, മഹത്വശാലി, മഹത്വം കാണിക്കുന്നവൻ. സുബ്ഹാനല്ലാഹി, അല്ലാഹു മഹാപരിശുദ്ധൻ, അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു. അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന്. അതെ, താനല്ലാതെ വേറെ യാതൊരു ആരാധ്യനുമില്ലാത്ത അല്ലാഹുവാണവൻ. രാജാധിപതിയാണ്, മഹാപരിശുദ്ധനാണ്, അന്യൂന്യനാണ്, അല്ലെങ്കിൽ രക്ഷയായുള്ളവനാണ്, അഭയം നൽകുന്നവനാണ്, മേൽനോട്ടം ചെയ്യുന്നവനാണ്, പ്രതാപശാലിയാണ്, പരമാധികാരിയാണ്, മഹത്വശാലിയാണ്. അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധൻ. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. വചനം 24. ഹുവല്ലാഹു, അവൻ അല്ലാഹുവാണ്. അൽ ഖാലിഖു, സ്രഷ്ടാവായ. അൽ ബാരിഉ, നിർമ്മിച്ചുണ്ടാക്കുന്നവനായ, രൂപപ്പെടുത്തുന്നവൻ. അൽ മുസവ്വിറു, രൂപം നൽകുന്നവനായ, ആകൃതിപ്പെടുത്തുന്നവൻ. ലഹു, അവനുണ്ട്. അൽ അസ്മാഉ, നാമങ്ങൾ, പേരുകൾ. അൽ ഹുസ്ന, ഏറ്റവും നല്ല, അത്യുത്കൃഷ്ടമായ. യുസബ്ബിഹു ലഹു, അവന് സ്തോത്രകീർത്തനം ചെയ്യുന്നു. മാഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളത്. വൽ അർദ്, ഭൂമിയിലും. വഹുവൽ അസീസു, അവൻ പ്രതാപശാലിയാകുന്നു. അൽ ഹക്കീം, അഗാധജ്ഞനായ. സൃഷ്ടാവായ, നിർമ്മിച്ചുണ്ടാക്കുന്നവനായ, രൂപം നൽകുന്നവനായ അല്ലാഹുവത്രേ അവൻ. അവനു ഏറ്റവും നല്ല ഉത്കൃഷ്ട നാമങ്ങളുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് മുഴുവനും അവന് സ്തോത്രകീർത്തനം ചെയ്യുന്നു. അവനത്രേ പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവനും. 22 മുതൽ 24 വരെ വചനങ്ങളുടെ വിശദീകരണം. അള്ളാഹുവിന്റെ പരമോത്കൃഷ്ടങ്ങളായ ഗുണഗണങ്ങളെ വിശേഷിപ്പിക്കുന്ന അൽ അസ്മാ ഉൽ ഹുസ്ന അഥവാ അത്യുത്തമ നാമവിശേഷണങ്ങളിൽപ്പെട്ട ചിലതാണ് ഈ വചനങ്ങളിൽ കാണുന്നത്. അൽ ഖുദ്ദൂസ് എന്ന നാമം സകലവിധ കുറവുകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും പരിശുദ്ധനായുള്ളവൻ എന്നും, അസ്സലാം എന്നത് സകല കെടുതലുകളിൽ നിന്നും സുരക്ഷിതനും മറ്റുള്ളവർക്ക് രക്ഷ നൽകുന്നവൻ എന്നും കുറിക്കുന്നു. സത്യവാൻമാരും അർഹരുമായവർക്ക് അഭയവും വിശ്വസ്തതയും നൽകുന്നവൻ എന്ന് അൽ മുഅ്മിൻ എന്ന നാമവും, എല്ലാവരുടെയും എല്ലാ കാര്യത്തിൻ്റെയും മേൽനോട്ടവും മേലന്വേഷണവും ചെയ്യുന്നവൻ എന്ന് അൽ മുഹൈമിൻ എന്ന നാമവും കുറിക്കുന്നു. എല്ലാ ശക്തികളെയും അതിജയിക്കുന്ന അതുല്യനായ പ്രതാപശാലി എന്ന്
അൽ അസീസിനും എല്ലാ വസ്തുവയെയും അടക്കി വാഴുകയും തന്റെ അധികാരശക്തിക്ക് എല്ലാവരെയും അധീനപ്പെടുത്തുകയും ചെയ്യുന്ന പരമാധികാരി എന്ന് അൽ ജബ്ബാറിനും എല്ലാവിധ മഹഗുണങ്ങളും യോഗ്യതയും തികഞ്ഞ മഹത്വശാലി എന്ന് അൽ മുതക്കബ്ബിറിനും അർത്ഥം വരുന്നു. അഖില വസ്തുക്കളെയും ഇന്നിന്ന പ്രകാരമെന്ന് നിർണയം ചെയ്ത് അതതിനു വേണ്ടുന്ന ക്രമീകരണവും വ്യവസ്ഥയും നൽകി ആകൃതിയും പ്രകൃതിയും കൊടുത്ത് രൂപപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എന്നത്രേ അൽ ഖാലിഖുൽ ബാരി ഉൽ മുസവ്വിർ എന്നീ നാമങ്ങളുടെ വിവക്ഷ. ഇവയും ഇതുപോലെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളതുമായ അള്ളാഹുവിന്റെ ഉത്കൃഷ്ട നാമങ്ങളിൽ അടങ്ങുന്ന സാരാർത്ഥങ്ങളെയും ആന്തരോദ്ദേശ്യങ്ങളെയും ശരിക്ക് ദ്യോതിപ്പിക്കുന്ന വാക്കുകൾ ഭാഷയിൽ വിരളമാകുന്നു. പ്രസ്തുത നാമങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മഹാന്മാർ പ്രത്യേകം ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. എല്ലാ നാമങ്ങളുടെയും അന്തസാരങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കാണ് ഇലാഹ്. അപ്പോൾ തൗഹീദിന്റെ വാക്യമായ ലാ ഇലാഹ ഇല്ലല്ലാ അഥവാ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും അഥവാ ആരാധ്യനും ഇല്ല എന്ന വാക്കിന്റെ പ്രാധാന്യവും അതു ഖുർആനിൽ ഇടയ്ക്കിടെ ആവർത്തിച്ചു കാണുന്നതിനുള്ള കാരണവും വ്യക്തമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിക്കുന്നു. ഇന്ന ലില്ലാഹി തിസ്അതൻ വ തിസ്ഈന ഇസ്മ മിഅതൻ ഇല്ലാ വാഹിദ മൻ അഹ്സാഹ ദഖലൽ ജന്ന വഹുവ വിത്റുൻ യുഹിബ്ബുൽ വിത്ര മുത്തഫഖുൻ അലൈഹി. സാരം, അള്ളാഹുവിന് 99 1 കുറച്ച് 100 നാമങ്ങളുണ്ട്. അവയെ സൂക്ഷ്മമായി പഠിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവൻ ഒറ്റയാണ്, ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഈ 99 എണ്ണം ഏതൊക്കെയാണെന്ന് നമുക്ക് തിട്ടപ്പെടുത്തി പറയുക സാധ്യമല്ല. ഖുർആനിലും നബിവചനങ്ങളിലും വന്നിട്ടുള്ള നാമങ്ങളിൽ നിന്ന് ചിലർ 99 നാമങ്ങൾ തിരഞ്ഞെടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഈ നാമങ്ങളെ മനഃപ്പാടമാക്കിയതുകൊണ്ടോ ഉരുവിടുന്നതുകൊണ്ടോ മാത്രം സ്വർഗത്തിൽ പ്രവേശനം തീർച്ചപ്പെട്ടുവെന്നല്ല ഹദീസിന്റെ താൽപ്പര്യം. അവയെ ഗ്രഹിക്കുകയും അവയിലടങ്ങിയ സാരങ്ങളും അവയുടെ ഗൗരവങ്ങളും മനസ്സിലാക്കി അതിനനുയോജ്യമായ വിധത്തിൽ ബോധപൂർവം നിലകൊള്ളുന്നവർക്ക് രക്ഷയുണ്ട് എന്ന താൽപ്പര്യം. വല്ലാഹു ആലം വഹുവൽ മുവഫ്ഫിഖു വൽ മുഈൻ.